ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 42-ാമത്തെ ശ്ലോകം. ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് 42-ാമത്തെ ശ്ലോകം. ഈ അധ്യായത്തിൽ പൊതുവെ വിഭൂതികളെ, ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ചില വിഭൂതികളെപ്പറ്റി അർജുനന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം വിവരിച്ചു കഴിഞ്ഞ ശേഷം എല്ലാ സാധനങ്ങളും, ചരാചരങ്ങളായിട്ടുള്ള എല്ലാം, പ്രപഞ്ചത്തിലുള്ള സർവ സൃഷ്ടിയും എൻ്റെ ഒരു തേജസ്സിൻ്റെ ഒരംശം കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു 41-ാമത്തെ ശ്ലോകത്തിൽ. ഇനി ഒന്നും കൂടെ അതിനെ ഉപസംഹരിക്കുകയാണ് 42-ാമത്തെ ശ്ലോകത്തിൽ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. മലയാളം: അല്ലെങ്കിൽ എന്തിനൊട്ടേറെ അറിയുന്നിതും അർജുന, എന്നംശമീ ജഗത്തെല്ലാം എന്നും വ്യാപിച്ചിരിക്കയാം. അർജുന, അഥവാ അല്ലെങ്കിൽ അർജുന, ഏതേന ബഹുനാ ജ്ഞാതേന, ഇങ്ങനെ ഒരുപാട് വിഭൂതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഒരുപാട് അറിഞ്ഞിട്ട് എന്താ കാര്യം? തവ കിം, നിനക്ക് എന്താ പ്രയോജനമുള്ളത്? അഹം ഏകാംശേന ഇദം കൃഷ്ണം ജഗത് വിഷ്ടഭ്യസ്ഥിതഃ, ഞാൻ എൻ്റെ ചെറിയൊരംശം കൊണ്ട് മാത്രം ഈ ജഗത്ത് മുഴുവനും താങ്ങിക്കൊണ്ട് നിൽക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. ബാക്കി ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഒരു അംശം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ജഗത്ത് താങ്ങി നിർത്താൻ, അല്ലെങ്കിൽ ജഗത്തിലെ ചരാചരങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചെറിയൊരംശം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇനിയും അവിടെ നിഷ്കളമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അർജുന. ഈ അറിഞ്ഞതെല്ലാം മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ പോരെ, ഇതിലും കൂടുതൽ പറയാൻ ഇല്ല. കാരണം എല്ലാം തന്നെ എൻ്റെയാണ്. പിന്നെ എന്താണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത്? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന എന്നാണ്. ഓരോരോ വസ്തുക്കളെടുത്തു, അതിലെല്ലാം പരമാത്മാവിൻ്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് ചുരുക്കത്തിൽ മനസ്സിലാക്കിയാൽ മതി, എല്ലാതും എന്നിൽ നിന്നുണ്ടായത് തന്നെയാണ്. വിഷ്ടഭ്യാമഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അപ്പോൾ എല്ലാം തന്നെ എന്നിൽ നിന്ന് ഉണ്ടായതാണെന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞല്ലോ. നിനക്ക് ഒരു കാര്യത്തെപ്പറ്റി കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല. അത് നമ്മളോടും കൂടെ പറയാണ്. ചിലർ ധാരാളം വായിക്കും. ധാരാളം എന്ന് പറഞ്ഞാൽ ധാരാളം വായിക്കും. ഒരു ദിവസം 10 ബുക്ക് വായിച്ച് തീർക്കുക, 20 ബുക്ക് വായിച്ച് തീർക്കുക എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ അവരുടെ ഒരു ചാലഞ്ച് പോലെയൊക്കെ ഏറ്റെടുക്കും. നല്ലതാണ്, വായന എപ്പോഴും നല്ലതാണ്. വായിച്ചവൻ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വായന വളരെ നല്ലതാണെങ്കിലും ഈ വായിച്ച ബുക്കുകളെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിവരം ഉണ്ടാവില്ല. അപ്പം പിന്നെ വായന കൊണ്ട് എന്താ ഉപയോഗമുള്ളത്? ഞാൻ 5 ബുക്ക് തീർത്തു, അല്ലെങ്കിൽ ഇത്ര പേജ് തീർത്തു. ഒരു 700 പേജുള്ള ബുക്കായിരുന്നു. ഞാൻ ഒറ്റ ഇരിപ്പിന് 300 പേജ് തീർത്തു. അതെന്താണ് അതിൽ വന്നത്? അതെനിക്കറിയില്ല. അതിലെ കഥാപാത്രങ്ങൾ ആരാ? അത് ഞാൻ അങ്ങനെ വായിച്ചു വിട്ടുവെന്നേ ഉള്ളൂ. പിന്നെ എന്തിനാണ് വായിച്ചത്? അതേപോലെയാണ് ഈ വിഭൂതികളെ പറ്റിയിട്ട്. ഇനിയും കൂടുതൽ വിഭൂതികൾ അറിയണമെന്ന് നിനക്ക് എന്താണ് അർജുന ഇത്ര നിർബന്ധം? ഇതെല്ലാം തന്നെ ധാരാളം. ഈ പറഞ്ഞ വിഭൂതികളെ മനനം ചെയ്യൂ. ചിലപ്പോൾ ഇത് ക്ലാസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ടീച്ചർമാർ അത് പഠിപ്പിച്ചില്ല, ഇത് പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു. അപ്പം ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, 15 ലെസണിൽ 2 ലെസൺ പഠിപ്പിച്ചില്ല, ഓക്കെ, ബാക്കി 13 ലെസണിൽ നിന്ന് വന്ന പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ കറക്റ്റാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 100-ൽ 80 മാർക്ക് 90 മാർക്ക് കിട്ടുമായിരുന്നല്ലോ. അത് കിട്ടിയോ? ഇപ്പം ടീച്ചർമാർ ആ 2 ലെസൺ തീർക്കാൻ ചിലപ്പോൾ സമയക്കുറവുകൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോഴും അവിടെയാണ് പ്രശ്നം. ഈ എടുത്തു കൊടുത്തത്, ലെസൺ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചോ? അതില്ല.
എപ്പോഴും എടുത്തു കൊടുക്കാത്തതിനാണ് പ്രശ്നം. അതേപോലെ തന്നെയാണ് അറിവ് ധാരാളം നേടിയിട്ട് അറിവ് നേടുന്നത് നല്ലതാണ്, വെറുതെ വായിക്കുന്നത് നല്ലതല്ല. ധാരാളം 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 വായിച്ചാൽ കുറേ പദാവലിയൊക്കെ കൂടിട്ടോ, അക്ഷരമാല വളരെ സ്ഫുടമാവും, അതൊക്കെ ശരിയാണ്. ഒന്നും ശ്രദ്ധിക്കാതെ വായിച്ചാലത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ എൻ്റെ വിഭൂതികളെ പറ്റി നീ വീണ്ടും വീണ്ടും അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള പറഞ്ഞു തന്ന വിഭൂതികളെ പറ്റി നീ മനസ്സിലാക്കൂ. ഇനി പറഞ്ഞത് വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്നാണ്. ഈ ജഗത്ത് മുഴുവനായിട്ടും എൻ്റെ ചെറിയൊരംശം കൊണ്ട് വ്യാപിച്ചിട്ടുള്ളതാണ്. ഇത്രയും വിശിഷ്ടമായിട്ടുള്ളൊരു പദമാണല്ലേ അവിടെ ഉപയോഗിച്ചത്, ഗംഭീരമായിട്ടുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത്. കാരണം കോടാനുകോടി ജീവരാശികളുണ്ട്, ബ്രഹ്മാണ്ടമുണ്ട്, ബ്രഹ്മാണ്ടമാണ് മുഴുവനായിട്ടും. ഈ ബ്രഹ്മാണ്ടത്തിലെ സകല വസ്തുക്കളും ഭഗവാന്റെ വളരെ ചെറിയൊരു അംശമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിശ്വം മുഴുവനായിട്ടും ഇപ്പോൾ ഭഗവാനെ മുഴുവനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പാദം മുഴുവനായിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് അംശം അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും വിഭൂതികൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ബ്രഹ്മാണ്ടം മുഴുവനായിട്ട്, ബ്രഹ്മാണ്ടത്തിലെ ചരാചരങ്ങൾ മുഴുവനായിട്ടും ഞാൻ താങ്ങി നിർത്തുന്നു. പിന്നെ എന്താണ് അതിൽ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. ഇനി ഇതൊരംശം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി യാതൊരു ചലനവുമില്ലാത്ത എത്രയോ വലിയൊരംശം അല്ലേ പാദം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒരു ഉദാഹരണം പോലെ. ബാക്കി ദേഹം തല തൊട്ട് പാദം വരെയാണല്ലോ, കേശാദിപാദം, അത് മുഴുവനും ഉണ്ട്. അത് മുഴുവനും യാതൊരു ചലനവുമില്ലാതെ നിൽക്കുകയാണ്. എൻ്റെ ഒരംശം മാത്രം ഈ പാദം പോലെ അത്രയും ചെറിയ ഒരു നമ്മളൊന്ന് താരതമ്യം ചെയ്തതാണ്. അത്രയും ചെറിയൊരംശം കൊണ്ടാണ് ഈ ജഗത്ത് മുഴുവനായിട്ടും നിലനിൽക്കുന്നത്. ബാക്കി മുഴുവനും അവിടെ തന്നെ ഉണ്ട്. അതും കൂടെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വിവരിക്കേണ്ട ആവശ്യം ഇല്ല അർജുന. ഒരുപാട് അറിഞ്ഞുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? എൻ്റെ ചെറിയൊരംശം കൊണ്ട് തന്നെയാണ് ഈ ജഗത്ത് മുഴുവനായിട്ടും നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. ഇതാ 42 ശ്ലോകങ്ങൾ ചൊല്ലി 10ാമത്തെ അധ്യായം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ തുടങ്ങിയത് തന്നെ വിഭൂതികൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞു തരണം, അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടെ തന്നെ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, വിഭൂതികളിൽ ശ്രേഷ്ഠമായത് ഞാൻ വിവരിച്ചു തരാമെന്ന്. അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വച എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഉത്തമ ഗുരുവിൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യൻ്റെ ലക്ഷണമാണ്. ശിഷ്യലക്ഷണത്തിൽ പ്രിയമാണായ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഭഗവാൻ അർജുനൻ. അപ്പോൾ ഭഗവാന്റെ ഗുരുമുഖത്ത് നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് ശിഷ്യൻ ആനന്ദം അനുഭവിക്കുകയാണ് അവിടെ ഉണ്ടായത് അല്ലേ. ഗുരുവിൻ്റെ വിവരണം കേൾക്കുന്തോറും ജിജ്ഞാസ കൂടിക്കൂടി വന്ന് ഇനിയും കേൾക്കണമെന്ന് മനസ്സിലാക്കി ഭഗവാൻ. അതുകൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ വിഭൂതികളെപ്പറ്റി വിവരിച്ചു കൊടുക്കുകയാണ്. 21ാമത്തെ ശ്ലോകം മുതൽക്ക് 42ാമത്തെ ശ്ലോകം വരെ. 8ാമത്തെ ശ്ലോകത്തിലെ അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ശ്ലോകത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച എന്നാണ് പറഞ്ഞത്. എല്ലാ വസ്തുക്കളുടെയും സർവ്വജഗത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണം ഞാൻ തന്നെയാവുന്നു, എന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് 4-5 കാര്യങ്ങൾ കിട്ടുന്നത്. ഒന്ന്, പരമാത്മാവിനെ എപ്പോഴും പ്രീതിയോടെ നമ്മൾ ഭജിക്കേണ്ടതാണ്. നമ്മളുടെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ അർപ്പിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെക്കുറിച്ചായിരിക്കണം. ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ
നമ്മൾക്ക് എപ്പോഴും നമ്മൾ ശപിച്ച് ചെയ്യാതെ സന്തോഷത്തോടു കൂടെ ചെയ്യണം. അത് നമ്മൾക്ക് പരമമായ ഒരു ആനന്ദത്തെ തരും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിലുള്ള ധാരാളം വസ്തുക്കളുടെ ഉദാഹരണം എടുത്ത് അർജുനന് വിശദീകരിച്ചു കൊടുത്തു. ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വിഭൂതികളാണ് ഇവ, ഇതെല്ലാം ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേന്നാണ്. ആരാണോ നിരന്തരം എന്നെ ഭജിക്കുന്നത് അങ്ങനെയുള്ളവന് ബുദ്ധിബലവും വിവേകശക്തിയും ഞാൻ കൊടുക്കുന്നു എന്നാണ്. അവൻ എന്നിൽ ലയിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു, ഒരു ഭഗവാന് നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് ധാരാളം പൈസ ചിലവാക്കി വലിയ വലിയ വഴിപാടുകൾ കഴിക്കുന്നതിന് പകരം ഒരു തുളസിപ്പൂവാണെങ്കിൽ പോലും വളരെ ചെറുത്, ഇങ്ങനെയുള്ള സമ്മാനമേ ആവശ്യമുള്ളൂ ഭഗവാന്, വേറൊന്നും വേണ്ട. നമ്മളുടെ കയ്യിൽ നിന്ന് ധാരാളം പൈസ കൊടുത്ത് അല്ലെങ്കിൽ ധാരാളം ധനം ഉപയോഗിച്ചിട്ടുള്ള വലിയ പൂജകളൊന്നുമല്ല, നമ്മൾ എങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കഴിവുള്ളവർക്ക് ഭഗവാനെല്ലാം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാട്ടോ വഴിപാട്, ചെയ്യരുത് എന്നല്ല. നമ്മൾ എന്ത് സമർപ്പിക്കുമ്പോഴും അത് ഏത് മനോഭാവത്തോടെ സമർപ്പിക്കുന്നു എന്നതാണ് ഭഗവാൻ അവിടെ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള ഭക്തൻ, എൻ്റെ ഭക്തനെ ഞാൻ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഈ തത്വങ്ങളെല്ലാം ഉപദേശിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ശ്രമിച്ചതും കൃഷ്ണൻ തന്നെയാണ്, എഴുതിയതും കൃഷ്ണൻ തന്നെയാണെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടത്രേ. വളരെ സത്യമാണ്. കാരണം എന്താണ്? ഉപദേശിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഒരു ശ്ലോകത്തിൽ ഞാനാണ് ധനഞ്ജയൻ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. മുനികളിൽ വെച്ച് എഴുതിയതാരാണ്? മുനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മുനിയായിട്ടുള്ള വ്യാസമുനി ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ആണ്. അതും നമ്മൾ ഒരു ശ്ലോകത്തിൽ കണ്ടു. ഈ ജഗത്ത് മുഴുവനും തൻ്റെ ഒരു അംശം കൊണ്ടാണ് നിലനിർത്തിയിരിക്കുന്നത് എന്ന് അവസാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ രാത്രി ഇരുട്ടാണെങ്കിൽ നമ്മൾക്ക് വസ്തുക്കളൊന്നും കാണാൻ പറ്റുന്നില്ല. കാണണമെങ്കിൽ നമ്മൾ ഒരു ടോർച്ച് തെളിയിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെളിച്ചം തരുന്ന വസ്തു അവിടെ ഉണ്ടെങ്കിൽ മാത്രം ആണ് ആ വസ്തു നമുക്ക് വെളിവാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് തെളിഞ്ഞ് കാണുന്നത്. പക്ഷേ രാവിലത്തെ സമയമാണെങ്കിൽ ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു ടോർച്ചിൻ്റെ ആവശ്യമില്ല. എല്ലാ വസ്തുക്കളും നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ വസ്തുക്കളും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാന്റെ ഇത്രയും മഹത്വരമുള്ള അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ശക്തി ശക്തിയുടെ മുന്നിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നത് എനിക്കാണ് ഏറ്റവും ശക്തി എന്നാണ്. മനുഷ്യൻ്റെ ശക്തി എത്ര നിസ്സാരമാണ് എന്നൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ അഹങ്കാരം കുറച്ചായിട്ട് കുറയ്ക്കാം. നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഭഗവാന്റെ മുന്നിലൊന്ന് താന്നു കൊടുക്കുന്നതുകൊണ്ട് അല്ലേ, ചിലപ്പോൾ നമ്മളെപ്പോഴും ഈ അടിയൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മളൊരാൾ താന്നു കഴിഞ്ഞാലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒച്ചത്തിൽ പറയുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരാൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക വെച്ചാൽ അത് ലഹള തീരും. അതിന് പകരം പരസ്പരം വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനുഷ്യൻ എത്രയും നിസ്സാരനാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞു ഇതിലെല്ലാം, ഈ വിവരണത്തിൽ കൂടെ. അപ്പം നമ്മൾ ഭഗവാന്റെ മുന്നിലൊന്ന് താന്നു എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് കൂടുതൽ മഹത്വത്തിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇപ്പോൾ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള വസ്തുക്കളിലും ആഗ്രഹങ്ങളിലും അതിനനുസരിച്ച് പ്രാർത്ഥനയും ചിലപ്പോൾ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒന്നും തന്നെ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കാതെ, നമുക്ക് പദവികളും ഉയർന്ന അധികാരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലും അതിൽ നിന്ന് ഒന്നും അഹങ്കരിക്കാതെ ഭഗവാന്റെ മഹത്വത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ആ ശക്തിയെ
എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്കും പരമാനന്ദം തന്നെ ലഭിക്കും. അതിനാണ് ഇത്രയും വിഭൂതികൾ അർജുനന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ 10ാമത്തെ അധ്യായം വിഭൂതി യോഗം ഇവിടെ തീരുന്നു. ഓക്കെ. ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതിയോഗോ നാമ 10ാമോധ്യായഃ. ഇനി അടുത്ത ദിവസം 11ാം അധ്യായം തുടങ്ങാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതവൽമയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.